അലർജിയുള്ള ആളുകളിൽ അമിതമായ ക്ഷീണം കാണുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വിളർച്ചയാവാം. വിളർച്ച അഥവാ അനീമിയ എന്ന് നമ്മൾ പറയുന്നു. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന വിളർച്ചയിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത് രക്തത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് നന്നായിട്ട് കുറയുന്നു. അതുമൂലം നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ അളവ് കാര്യമായിട്ട് കുറയുന്നു. ഇതുമൂലം ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ആളുകളിൽ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നന്നായിട്ട് കൂടുന്നു. അലർജിയുടെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് ഉണ്ടാവുന്നുണ്ട്. വിളർച്ചയുള്ള ആളുകളിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടിന് കാര്യമായിട്ടുള്ള റിപ്പയറിംഗ് ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിംഗ് മെക്കാനിസം അവിടെ നടക്കാതിരിക്കാൻ ഒരു പ്രധാനമായ കാരണം ഈ വിളർച്ചയാണ്. ഇതെല്ലാം കൊണ്ടും തന്നെ അവർക്ക് അലർജി നന്നായിട്ട് കാണിക്കുന്നു. വിളർച്ചയുള്ള ആളുകളിലും അലർജിയുള്ള ആളുകളിലും കൂടുതലായിട്ട് അവർക്ക് കാണിക്കുന്ന സിംറ്റംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട്, നല്ല അമിതമായ ക്ഷീണം ഉണ്ടാവാറുണ്ട്, തലയ്ക്കൊരു മരവിപ്പ്, അതുപോലെ തന്നെ ശ്വാസതടസ്സം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അവർ കാണിക്കുന്നുണ്ട്. അലർജിയുടെ ഭാഗമായിട്ട് കാലങ്ങളായിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അവിടെയും നമ്മളെ ഈ ഇരുമ്പിന്റെ ആഘരണം കാര്യമായിട്ട് നടക്കുന്നില്ല. ഇതും അനീമിയ അഥവാ വിളർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണമാണ് വിളർച്ചയുള്ള ആളുകളിൽ കൂടുതലായിട്ട് അലർജി ഉണ്ടാവുന്നത്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് അമിതമായ ക്ഷീണം തോന്നുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടും അലർജി കുറയുന്നില്ല എങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ആണ് സെറം ഫെറിറ്റിൻ എന്ന ടെസ്റ്റ്. വിളർച്ച അഥവാ അനീമിയ ഉണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ആണ്. നിങ്ങളുടെ അലർജി മാറാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന അലർജി ടെസ്റ്റുകളോടൊപ്പം തന്നെ തീർച്ചയായിട്ടും സെറം ഫെറിറ്റിൻ എന്നുള്ള ടെസ്റ്റും കൂടി നിങ്ങൾ ചെയ്തിരിക്കണം. ഭക്ഷണത്തിൽ നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാമെന്നുള്ളത് നോക്കാം. ഭക്ഷണത്തിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൂടുതലായിട്ട് ചിക്കൻ, മുട്ട, അതുപോലെ തന്നെ മത്തൻ വിത്തുകള്, ഡേറ്റ്സ്, ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാം. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, ഓറഞ്ച്, മുസമ്പി, നെല്ലിക്കൊക്കെ കഴിക്കുന്നതിലൂടെ ഇരുമ്പിന്റെ ആഗിരണം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്നവർ അടുപ്പിച്ച് തന്നെ ചായ, കോഫി എന്നിവ കഴിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. കാരണം ഇത് ഇരുമ്പിന്റെ ആഗിരണം നമ്മളെ ശരീരത്തിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് വിളർച്ച കറക്റ്റ് ചെയ്യാൻ പറ്റും. നല്ല കുറവാണെങ്കിൽ എന്തായാലും നമ്മൾ അയൺ സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും. ഇതെല്ലാം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റും കൂടി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ അലർജിയോടൊപ്പമുള്ള വിളർച്ച കറക്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെയുള്ള അമിതമായ ക്ഷീണവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്കും അലർജിയോടൊപ്പം വിളർച്ചയുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.